ഇതെന്തോന്ന് കാണിക്കാണ്ടപ്പാ ആ പലക ഇവിടെ ഇട്. ഇവിടെയോ? ആ മതിയോ? കാണ്ടിക്കൈ മാറി നില്ല, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. ഇനി വെള്ളം എടുക്കാം. അതിന് വെള്ളം എടുക്കാൻ പാത്രങ്ങളവിടെ? പാത്രമല്ലേ കിടക്കുന്നേ? പാത്രങ്ങൾ ഈ വീട്ടുകാരല്ലേ, അവരോട് ചോദിക്കണ്ടേ? എന്നാത്തിനാടാ, നമ്മുടെ നാട്ടിൽ ഇപ്പൊ സോഷ്യലിസം അല്ലയോ? അപ്പൊ പിന്നെ എന്റെ പാത്രം നിന്റെ പാത്രം എന്നുള്ള വേറെതിരി കൊണ്ടുവിടാൻ പോയി ഇതിനെ. അത് ശരി, അത് ഞാൻ ആലോചിച്ചില്ല. നീളത്തിൽ ഇടണ കണക്കിൽ ഇടന്ന് ഞാൻ തീരുമാനിച്ചു. നോക്കി പിടിയുടെ ആരുണ്ടാവും ഇവിടെ ആരുമില്ല. ആരല്ലടാ, തെങ്ങിന്റെ ആര്. കാലിന് വിടറാ, നിനക്ക് കാലും മാറ്റി തിരിച്ചറിയില്ലയോ? ഇതാ പാത്രങ്ങൾ റെഡി. ഇത് എന്നതാ ചെയ്യുന്നേ? നീ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. അത് ശരി. എടി കൊച്ചേ, തറവാട്ടി പറഞ്ഞ പെൺപിള്ളേരാണെങ്കിൽ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേക്കണം, വീടും പറമ്പൊക്കെ അടിച്ച് വൃത്തിയാക്കണം, നല്ല വിസ്തരിച്ചൊന്ന് കുളിക്കണം. കല്യാണം കഴിച്ചവരാണെങ്കിൽ കെട്ടിയവന് നല്ല ചൂടുള്ളൊരു കാപ്പി അനത്തിയിട്ട് കൊടുക്കണം. മനസ്സിലായോ? നീ എവിടെ നന്നാവേ. ഇപ്പോഴേ ശീലിച്ചാലല്ലേ കല്യാണം കഴിയുമ്പോ ചായനെ തന്നെ നോക്കൂ. അതുകൊണ്ട് എന്റെ പൊന്നുമോള് പോയിട്ട് ഞങ്ങൾ ഈ ചായമാർക്ക് 4 വെടിമരുന്ന് പോലെ ചായ ഇട്ടുമ്പോ. ഇത് എന്നാത്തിനുള്ള പുറപ്പാടാണോ ചോദിച്ചേ? അതെ, വെള്ളം കോരാനുള്ള പുറപ്പാടാ. സഹായിക്കാനുള്ള മനസ്സിൽ ഉണ്ടെങ്കിലേ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടാ. കൃഷിസ്ഥലം മൊത്തം വഴക്കെന്ന് വെച്ച് ഇനി വേണ്ടത് വെള്ള. അത് ഈ കിണറ്റിന്ന് കൊരാന്ന് വെച്ചെന്തേ? അത് പറ്റില്ല. ഞങ്ങളെ കിണറ്റിലെ വെള്ളം കോരി വെട്ടിച്ച പിന്നെ ഞങ്ങൾ എന്നാ ചെയ്യും? നീ എന്നായി പറയുന്നേ? അങ്ങനെയൊന്നും പറ്റിയല്ലേ കൊച്ചേ. നിർത്താനാ പറഞ്ഞേ. ചേട്ടാ, ഇതുപോലെ പൊല്ലാപ്പായല്ലോ. ഇച്ചായന്റെ മുഖത്തൊക്കെ ഇതുവരെ പെണ്ണ് സംസാരിച്ചിട്ടില്ല. ഒരാണ് സംസാരിച്ചിട്ടുണ്ടോ? ഒരാളും സംസാരിക്കില്ല. സംസാരിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, അത്ര തന്നെ. എടാ അന്നപ്പാ, ഇപ്പഴാ ഞാൻ ശ്രദ്ധിക്കുന്നേ. ഇവിടെ ചെവി കണ്ടോ? എന്നതാ ആന ചെവി പോലെ ഇല്ലയോ? അതെ, ദേഷ്യം വന്നപ്പോ ഒന്നുകൂടെ അങ്ങ് വികസിച്ചു. ഇച്ചായോ, ഇവളുടെ പേര് ആനയെന്നല്ല ഇടണ്ടേ, ആനാന്ന് ഇടണായിരുന്നു. ആ മൂക്കും കൂടി താഴോട്ട് നീണ്ടാൽ കറക്റ്റ് ആയി. ആന ഒത്തുപിട്ട് ചാൽ തടിക്കുമ്പോ അങ്ങോട്ട് വല്യമ്മച്ചി, വല്യമ്മച്ചി എഴുന്നേറ്റേ. ഒന്ന് പുറത്തേക്ക് വന്നേ. എന്നതാ? വല്യമ്മച്ചി ഒന്ന് പുറത്തേക്ക് വരാൻ. എഴുന്നേറ്റേ. ഒരു കാര്യം. കുതികൾ ഉറച്ചിട്ട് കയറ് വലിയട്ടെ, കയറ് മുറുകട്ടെ, വെള്ളം നിറയട്ടെ. കുതികൾ ഉറച്ചിട്ട് കയറ് വലിയട്ടെ, കയറ് മുറുകട്ടെ, വെള്ളം നിറയട്ടെ. മറുക അതാനെ മറുക നോക്കി 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 മറുക മറുക. ആ വല്യമ്മച്ചേ, വെള്ളം കോരും തോറും ഉറ വന്നോണ്ടിരിക്കുന്ന ഈ പാത്രങ്ങളൊക്കെ നിങ്ങളുടെയാ. നമ്മൾ ഇത്രയും അടുത്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇതെടുക്കുന്നൊന്നും ഒരു തെറ്റല്ലല്ലോ. ഞാൻ എന്റെ പഠിക്ക് പോട്ടെ. അവിടെ കൊണ്ടുപോയി ഒരു മണ്ണാങ്കട്ടിയും എന്റെ പഠിക്ക് പോട്ടെ. നീ ഒതുങ്ങി നിക്കട്ടെ ചേട്ടാ. 1 രൂപ ഇവിടെ നടക്കണം, അപ്പുറം നടക്കണം. 10 രൂപ തരണി ഒതുങ്ങി നില്ല് മാമ. ചണ്ടിക്ക് നക്കിട്ട് ചാണി നീ ചണ്ടിക്ക് നക്കിണ്ടാണ്. 1 രൂപ ഒരു നീ വരുന്നെങ്കിൽ വാ, ഞാൻ പോവാ. അതെന്നെ താനെ കണക്ക് നക്കിന് താനെ. ഈ ഉള്ള സ്ഥലത്ത് നമുക്കും എന്തേലും കൃഷി ചെയ്യായിരുന്നു. അവൻ ഉണ്ടാക്കിയ ഈ വീടല്ലാതെ ഇപ്പൊ വേറെ എന്താ ഉള്ളത്? നാളെ ഒരുത്തൻ വന്ന് ഇത്ര പണം വേണം, ഇത്ര പൊന്നു വേണം എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? ഏതായി ഒരുത്തൻ? ഏതെങ്കിലും ഒരുത്തൻ. അങ്ങനെ ഒരുത്തനെ ഇവിടെ വരണ്ട. എന്ന് വെച്ചാ അടുത്ത കൊല്ലം വയസ്സ് 20 നിനക്ക് അറിയാവോ? ഇന്നോ നാളെയെന്ന് പറഞ്ഞ് നിൽക്കുക ഞാൻ. ഒരു 50 കൊല്ലത്തേക്ക് വല്യമ്മച്ചി ചാവാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ ചാവ് നീയാണോ നിശ്ചയിക്കുന്നേ? ആനയോ? അതാരാ? അയാൾ എന്നെ കളിയാക്കി വിളിക്കുന്ന വല്യമ്മച്ചി. എന്തിനാണ് നോക്കി? അല്ലെങ്കിലേ അവൻ അകത്തോട്ട് കയറി വരും. എനിക്ക് വയ്യ, വല്യമ്മച്ചി എന്ന് നോക്ക്. അവൻ വല്ലതും പറയും, എനിക്ക് അങ്ങോട്ട് ദേഷ്യം വരും. എനിക്ക് അയാളെ കാണുന്നത് വെറുപ്പാ. എന്തോ ചെയ്യും ഓരോ പുലിവാലും. യവനെ ഞാൻ. എന്താ കുഞ്ഞെ, വിളിച്ചോ? കൊച്ചുമോളെവിടെ വഴക്കാളി? ആന കൊച്ച് എന്നാത്തിനാ? ഞങ്ങളുടെ കിണറ്റില് വെള്ളം പറ്റുമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നല്ലോ. ഇനി വാ, ഇനി വാ വല്യമ്മച്ചി. ആണ്ട നോക്ക്, പറ്റിയോ നോക്ക്. കാലത്തേലും കൂടുതലില്ലേ വെള്ളം? നേരെ എന്തോരം വെള്ളം. കൂടുതലോ കുറവെന്നുള്ളതല്ല, ഞങ്ങളുടെ വെള്ളം ഞങ്ങളുടെ ആവശ്യത്തിനാന്നേ പറഞ്ഞുള്ളൂ. എങ്കിൽ നിങ്ങളുടെ വെള്ളം എന്താണ്ട് അതുപോലെ ഇരിക്കുന്നു, കോരി മൂക്കറ്റം കൂടി. അവിടെ ഒരു വെള്ളവും കിണരും. ബാക്കിയുള്ളവരാരും വെള്ളവും കിണറും കണ്ടിട്ടില്ലാത്ത പോലെ. ഇതിപ്പോ കൊണ്ട് അകത്ത് പോയി, കാലത്ത് ചോദിക്കുമ്പോ തരണം. ഇത് കണ്ടോ വല്യമ്മച്ചി? പാത്രങ്ങൾ അപ്പടി ചളങ്ങിപ്പോയി. ഇതിന് എല്ലാത്തിനും കൊള്ളാം. അപ്പൊ വേണ്ടായോ? നമ്മനെ കുറച്ച് ദൂരത്തേക്ക് എറിഞ്ഞേക്കാവല്ലോ. എന്താങ്ക ഇളനി? ഇളനിയാ?
எங்க இதுவா நீ சாப்பிட்ட வேண்டாங்க முதல்ல நீ சாப்பிடு சொன்னா கேளுங்க நான் கொடுத்த நீ சாப்பிட மாட்டியா அப்படி இல்ல சாப்பிடு 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 மாமா இளநீ கீழே கீழே விழுந்தாச்சு இப்படியே விழுந்தாச்சா? இப்படி நீ எதுக்கு இப்போ இங்க வந்த அவங்கள ஒண்ணும் பண்ண முடியாது மாமா. அவங்க அந்த வீட்டுல இருந்து தண்ணி எடுத்துக்கிட்டு வந்து அங்க ஊத்துறாங்க. அப்படியா? ஆமா. தண்ணி ஊத்திட்டு அவங்க என்ன பண்ண போறேன்? நான் சொல்லலையா மாமா, அவங்க அங்க வாழை வச்சிருக்கேன். ஆமா சரி, தண்ணி ஊத்தட்டும், வாழை வளரட்டும், அப்புறம் என்ன பண்ணதுன்னு நான் சொல்றேன். நான் விட மாட்டேன்றா. நானும் விட மாட்டேன். இளநீ நல்லா இருக்கு. അയാളുടെ അഹങ്കാരം നാളത്തോടെ തീരും. ഞാൻ സത്യമായിട്ടും പറയുക, എങ്ങനെയാണെങ്കിലും ഞാൻ എങ്ങോട്ടേക്കെങ്കിലും ഇറങ്ങിപ്പോവും. ഒച്ചല്ലേ ഇച്ചായം കേക്കും. കേക്കട്ടെ, കേട്ടില്ലെങ്കിൽ ഞാൻ വിളിച്ചോടത്തി പറയാൻ പോവാ. എന്റെ മേരി, നീ എന്നെ കൊല്ലിക്കല്ലേ. പറഞ്ഞേ, നിങ്ങൾ നന്നാവത്തില്ല. എന്നെ മോനെ വഴിയാതരാക്കാൻ തന്നെ പുറപ്പാട്. ഇവിടെ ഇപ്പൊ എന്നാ ഉണ്ടായിരുന്നു നീ പറയുന്നേ? രാവിലെ വല്ല പണിയല്ലായിരുന്നു? ക്ഷീണം കൊണ്ട്. ക്ഷീണം വന്നാ കുടിക്കും, സന്തോഷം വന്നാ കുടിക്കും, സങ്കടം വന്നാ കുടിക്കും, വെറുതെ ഇരുന്ന് മുഷിഞ്ഞെന്ന് പറഞ്ഞോണ്ട് അപ്പോഴും കുടിക്കും. കുടിക്കാൻ വേണ്ടി ഓരോരോ കാരണങ്ങൾ അപ്പപ്പോ ഉണ്ടാക്കും. നിങ്ങൾ മാത്രമേ പണിയെടുത്ത് ക്ഷീണിച്ചുള്ളൂ. ആ ഉറങ്ങുന്ന മനുഷ്യനോ ചട്ടമ്പിയോ തെമ്മാടിയോ എന്നൊക്കെ പറഞ്ഞാലും അങ്ങേരുടെ അത്രയും സ്നേഹം ഇഷ്ടമൊന്നും നിങ്ങൾക്കില്ല. ഈ മലമൂട്ടി കിടന്ന് അങ്ങേരെ കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയാ? ഓ, നിനക്ക് വേണ്ടിയായിരിക്കും. ആണ്, എനിക്ക് വേണ്ടി തന്നെയാ. അതിനിപ്പോ എന്നാ വേണം? എനിക്ക് മടുത്തു. നിങ്ങൾ ഒരിക്കലും നന്നാവത്തില്ല. എടുക്കോച്ചേ, നിന്നെ ഒരു ആപ്പസായിട്ടാണല്ലോ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇന്നതോടെ പോയി എടി, എവിടെ പോയെന്ന്? ഒരു പ്രായം കഴിഞ്ഞാൽ പെമ്പിള്ളേർ ഉടുപ്പ് കെട്ടി ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ആണുങ്ങൾക്ക് പ്രലോഭനം ഉണ്ടാവും. അങ്ങനെ പ്രലോഭനം ഉണ്ടാവുമ്പോഴാണ് ഈ പെൺവാണിപ്പവും സ്ത്രീ പീഡനമൊക്കെ നടക്കുന്നത്. അതെ, കോരസാറിന്റെ മോള് റോസി, വയസ്സ് 14 തികഞ്ഞിട്ടില്ല. പക്ഷെ ആപ്പസാരി ഉടുക്കാണ്ട് അവള് പെരക്കകത്തുനിന്ന് പുറത്തിറങ്ങിയാല. പിന്നെ നിനക്കൊരു ഉപദേശം ഞാൻ തരാം, ഫ്രീ ആയിട്ട്. പെമ്പിള്ളേരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഞാൺമേൽ കളിയാ. പിടി വിട്ടാ വിട്ടതാ, പിന്നെ തിരിച്ചു കിട്ടുകയില്ല. സൂക്ഷിക്കണം കേട്ടോ. അയ്യോ,
എന്നാ പറ്റി ചായ ഒന്നുമില്ല. അങ്ങോട്ട് എന്നാ പറ്റിയതാ? അയ്യോ ചോര വരുന്നുണ്ടല്ലോ. അയ്യോ ഏതാണ്ടും കുത്തിക്കേറിയതാ. ഒത്തിരി മുറിഞ്ഞിട്ടുണ്ട്. എന്റെ കർത്താവേ, ഇയാൾ എങ്ങനെയാ വീണേ? അത് വല്യമ്മച്ചി, ജീവിതം എന്ന് പറയുന്നത് ഒരു ഞാണുമേ കളിയാ. ഞാണു പൊട്ടി ആള് വീണു. മേരി, നീ പോയി ചേട്ടൻ ഷർട്ട് എടുത്തു എന്നാത്തിനാടാ? ഇപ്പൊ തന്നെ ഡോക്ടർ എടുത്തു പോവാ. ഒന്ന് പോടാവേ. ഇച്ചിരി ആട്ടിന്റെ മൂത്രം കിട്ടിയാ മതി. അയ്യേ, അത് മുറിവേലോട്ട് വെച്ച് ഒരു കെട്ട് കെട്ടിയാ ഉണങ്ങിക്കോളും. എന്നാലും തിരക്കില്ലാത്ത വേദനയുണ്ട്. എടാ കുട്ടപ്പായി, ചാണ്ടിച്ചായനെ കാണാനില്ലല്ലോ. നീ ഒന്ന് വീട്ടിൽ ചെന്ന് നോക്കിയേ. ചിലപ്പോ ഉണരാൻ ലേറ്റ് ആയി കാണണ്ട. ആര് ചാണ്ടിച്ചായനോ? ആ. പുലർച്ചെ ആദ്യത്തെ കോഴി കൂവുമ്പം ചാണ്ടിച്ചായൻ റെഡിയാ. അപ്പൊ കോഴിനെ ആരും വിളിച്ചിണ്ടാവില്ല. എടാ അവ അതിന് നമ്മൾ ചാണ്ടിച്ചാന്റെ ദേഹത്തോട്ടല്ലോ കളിക്കുന്നേ. ചാണ്ടിച്ചാൻ വിശ്രമിക്കട്ടാ. ആ, ചാണ്ടിച്ചായ വിശ്രമിക്കട്ടാ. അപ്പോഴേ മേരി, ഈ ചായന്റെ കൈക്ക് മുറിവ് പറ്റിയായിരുന്നു നീ ആനപ്പനോട് മറ്റും പറയണ്ട കേട്ടോ. എന്നാ കാര്യം? ഈ ചായൻ തന്നെ പറഞ്ഞത്. ഈ ചായന്റെ ദേഹത്ത് ഇത്തിരി മണ്ണായെന്ന് കേട്ടാ മതി. 3 പേർക്കും പിന്നെ അത് മതി ബഹളത്തിന്. കാര്യം വഴക്കും വെക്കാണോ തല്ലൊക്കെ ആണെങ്കിലും പരസ്പരം എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ? അത് നേരാ. അല്ലെ പിന്നെ ഇച്ചാൻ ഒരു കത്തിട്ട ഉടനെ 3 ആള് അലച്ചു തല്ലി ഇങ്ങ് പോരുവോ? ആ, ആരാ അവിടെ? ഇത് ഞാനാ വല്യമ്മച്ചി. അയ്യോ, ഇത് നമ്മുടെ ദേവശിക്കുട്ടിയല്ലോ. ദാ, നിനക്ക് ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോടാ? അതെന്നാ വല്യമ്മച്ചി അങ്ങനെ ഒരു ചോദ്യം? ഓ, ഞാനിതുവഴി വരാത്തോണ്ടായിരിക്കും. അവൻ ഏതാ വല്യമ്മച്ചി ആ കിഴങ്ങൻ? നീ ഇങ്ങോട്ട് കേറിയിരിക്കടാ. അല്ല, അവനെ ജീപ്പിന് മുമ്പിൽ കിടന്ന ഒരു ഡാൻസ് കളി. ആരാവൻ? മേളില് താമസിക്കുക. വാടകയ്ക്കോ? ആ, എന്ന് വേണമെങ്കിൽ പറയാം. ഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇവളങ്ങ് വലിയ പെണ്ണായി പോയല്ലോ വല്യമ്മച്ചി. സാറാമ്മ ചേർത്തിക്കൊക്കെ സുഖമല്ലേ ദേവസുട്ടിച്ചായ? ആ, അമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോഴേ വല്യമ്മച്ചി, ഞങ്ങള് ചെറിയൊരു ഹണ്ടിങ്ങിനായിട്ട് ഇറങ്ങിയതാ. ഇരുട്ടാകാതെ ഇങ്ങനെ കാട്ടി കയറുന്നത് സമയമുണ്ട്. അതുകൊണ്ട് വിശപ്പ് മാറ്റാൻ വല്ലതും ഉണ്ടാക്കി തന്നാ കൊള്ളാം. അപ്പോഴേ ആശാനെ, ഞാൻ ബ്രേക്ക് ഇട്ടില്ലായിരുന്നേലേ ഇയാള് ജീപ്പിന്റെ അടിയിൽപ്പെട്ട് തവിട് പൊടിയായനെ. അത് പറയാനൊക്കെയല്ല. എന്റെ മേത്തിന് ചിന്തെങ്കിൽ ചിലപ്പോ ജീപ്പ് തവിടുപടി ആയനെ. നെകളിപ്പിച്ചിരി കൂടുതലുള്ളവനാന്നാ തോന്നുന്നത്. ഏയ്, അതൊന്നുമില്ല. ആ, പിന്നെ നിനക്ക് തിന്നാൻ എന്നാ വേണ്ടേ? ഓ, ഉള്ളത് എന്നാന്ന് വെച്ചാ അത്. ആനിയെ, നീ ഇങ്ങനെ ചുമ്മാ നിൽക്കാതെ കുറച്ച് വെള്ളം 3-4 ഗ്ലാസ് ഇങ്ങട്. എടാ പാപ്പച്ചാ, നീ അടിച്ച് ഫിറ്റായ നിന്നെ ഞാൻ കാട്ടിലിട്ടു പോരുവേ. ഞാൻ അങ്ങനെയൊന്നും വിഴത്തില്ല കേട്ടോ. ദേ പോണു ബക്കറ്റും പിടിച്ച്. ആ തോക്കൊണ്ട് വെടിവെച്ചാ മനുഷ്യന്മാര് ചാവോ ദേവസുട്ടിച്ചായ? എന്നാ നിനക്ക് വല്ലവരെയും കൊല്ലണോ? കൊല്ലണോന്ന് ചോദിച്ചാ കൊല്ലണോന്നുണ്ട്. ഈ തോക്ക് എനിക്ക് തന്നേക്കോ? നീ എടുത്തോ.